ഒരാൾ വിചാരിക്കും അവരോടാ കൂടുതൽ സ്നേഹമെന്ന്, മറ്റേ ആൾ വിചാരിക്കും അവരോടാ സ്നേഹം കൂടുതൽ. ഇങ്ങനെ എല്ലാവരുമായിട്ടും അടുപ്പമാണ്. ഞാൻ വീടിനകത്ത് തന്നെ ഇരുന്ന് ജീവിച്ച ആളാണ്. സോമൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ഒന്ന് കാണുന്നത്. വെളുപ്പിന് 4 മണിക്കൊക്കെ വന്നാൽ രാത്രിയിലത്തെ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോഴൊക്കെ ഞങ്ങളൊക്കെ നല്ല സുഖമായിരിക്കും. ഞാനൊരു 26 വയസ്സ് വരെ അത്ര ഉണ്ടായിരുന്നുള്ളൂ ഡാഡി. എന്ത് വേണമെങ്കിലും പറയാം. ഒത്തിരി കെയറിങ് ആയിരുന്നു. ഇപ്പോൾ ഡാഡിയുടെ അപ്പുറം ഇപ്പുറം ഞാനും സാജിയായിരിക്കുന്നത്. ആഹാരം ഉരുട്ടി വായിക്കകത്ത് വെച്ച് തരാം. ഒത്തിരി അങ്ങനെയൊക്കെ ഉണ്ട്, കുറേ ഉണ്ട്. ഞാനും സോമേട്ടനും ഒരുമിച്ച് അവിടെ താമസിക്കുന്ന സമയത്ത് കമൽഹാസൻ വരുന്ന പറയുമ്പോഴേ സോമേട്ടൻ എന്നെ അവിടുന്ന് പാക്ക് ചെയ്യും. പുള്ളിക്കാരൻ വരുമ്പോൾ അവരൊരുമിച്ച് താമസിക്കുള്ളൂ മുറിയിൽ. അപ്പൊ എനിക്ക് ദേഷ്യമാണ്. എന്റെ അടുത്ത് വന്നിട്ടാണ് വയ്യാതായി. അപ്പൊ ഞാനും കൂടെ ഇങ്ങി പോരുമായിരുന്നു. അപ്പൊ എന്നെ വിളിച്ചോണ്ട് വന്ന പോലെ ആയി. പിന്നെ വീട്ടിലോട്ട് വന്നിട്ടില്ല. 1 മാസം കറക്റ്റ് ഹോസ്പിറ്റലിൽ അത്ര ഉണ്ടായിരുന്നു. ഒരാൾ നമ്മുടെ കൂടെ വിട്ടു പിരിയുമ്പോഴും പറയാനുള്ള എല്ലാം നല്ല വാക്കുകൾ, നല്ല ഓർമ്മകൾ. എനിക്ക് ആരെയും ആശ്രയിച്ച് ജീവിക്കണ്ട. എനിക്ക് സ്വന്തമായിട്ട് ജോലി ചെയ്ത് ജീവിക്കണം. കൊച്ചു കമ്പനിയാണ്, ദിവസവും പണിയുണ്ട്. പിന്നെ സാമ്പാർ പൊടി, അച്ചാർ പൊടി, രസപ്പൊടി, അങ്ങനെ പോകുന്നു. ഓരോ ദിവസം ഓരോ പായസം. ഇപ്പം 16 ടൈപ്പ് പായസം ഉണ്ട്. ഇത് അനശ്വര നടൻ MG സോമൻ സാറിന്റെ തിരുവല്ലയിലെ തിരുമൂലപുരത്തുള്ള വീടാണ്. അദ്ദേഹം ജനിച്ചത് വളർന്നതും തീരെയാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പമാണ് ഇന്നലകളുടെ ഇന്നത്തെ അധ്യായം. ബിഹൈൻഡ് വിറ്റ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. MG സോമൻ സാറിന്റെ മകനും ആക്ടറുമായിട്ടുള്ള സജി സോമൻ ആണ് വീട്ടിലേക്ക് എത്തിയപ്പോൾ എന്നെ വെൽക്കം ചെയ്ത്. സജി, സന്തോഷം. ഓക്കെ, കുറേ വിശേഷങ്ങൾ ചോദിക്കാറുണ്ട്. സോമൻ സാറിന്റെ ഓർമ്മകൾ, കുടുംബവിശേഷങ്ങൾ. ആദ്യം സജിയുടെ സിനിമാ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇപ്പം ഏതാണ് പുതിയ? ഞാനൊരു 15 വർഷം കഴിഞ്ഞ് ഇപ്പം ഒരു പടം ചെയ്ത്, രഞ്ജൻ പ്രമോദ് സാറിന് ഒരു പടം ചെയ്തത്. ഓക്കെ, അതിന് വർക്ക് കഴിഞ്ഞു. പിന്നെ അടുത്തൊരു പ്രോജക്റ്റ് ഇങ്ങനെ ഡിസ്കഷൻ നടക്കുന്നു. ഈ പ്രൊജക്റ്റിൽ ആരൊക്കെയാണ് മറ്റ് അഭിനേതാക്കൾ? അതിൽ ദിലീഷ് പോത്തനാണ് ഹീറോ. കംപ്ലീറ്റ് ആയി. എന്താണ് ക്യാരക്ടറിന്റെ ഒരു സ്വഭാവം വന്നിരിക്കുന്നത്? അത് 2 ഫാമിലി ഈ തോട്ടം ബേസ്ഡ് ഒരു കഥയാണ്. 15 വർഷങ്ങൾക്ക് മുമ്പ് സിനിമയിൽ കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. 2005 വരെ ചെയ്തു, പിന്നെ ചെയ്തിട്ടില്ല. പിന്നെ ഒന്ന് യാത്ര പോയി. പിന്നെ എവിടെയായിരുന്നു? ഞാൻ അബുദാബിയിലായിരുന്നു, ഇപ്പം പോയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും നാട്ടിലെത്തി. ഇനി കുറച്ച് നാൾ കൂടി അങ്ങനെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ചാൻസ് വന്നത് ചെയ്ത്. അപ്പോൾ തുടർച്ചയായിട്ട് ഇവിടെ തന്നെ സിനിമകളൊക്കെ ആയിട്ടുണ്ടാവും, പ്രതീക്ഷിക്കാം. ശരിക്കും സോമൻ സാറ് ജനിച്ചത് തറവാട് വീട് ഇവിടെയൊക്കെ തന്നെയാണ്. പിന്നീട് ഒന്ന് റിനോവേറ്റ് ചെയ്തതാണ് അല്ലേ? ഇപ്പൊ വീട്ടിൽ ആരൊക്കെയാണ് ഇവിടെ ഉള്ളത്? ഇപ്പൊ അമ്മയുണ്ട്, വൈഫുണ്ട്, മോളിപ്പോൾ എറണാകുളത്താണ്, മോൻ ബാംഗ്ലൂരും. ഓ, എന്താ മക്കളെന്താ ചെയ്യുന്നത്? മോൻ ഇപ്പോൾ വോൾവോയിലാണ്.